ഫെലോഷിപ്പിൻ കണ്ടെത്തും എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ് മത്തായി 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സത്യമായി പറയാം, തന്നെത്താൻ നിഷേധിക്കുക എന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അഭിപ്രായം ജയിക്കണം, നമ്മുടെ വേദന കേൾക്കപ്പെടണം, നമ്മുടെ അവകാശം അംഗീകരിക്കപ്പെടണം എന്നൊക്കെയാണ്. ഇവിടെ ഒരു ചോദ്യം: നമ്മൾ എന്നാണ് അവസാനമായി നമ്മുടെ ഇഷ്ടങ്ങൾ, അഹംഭാവം, സ്വാർത്ഥത ദൈവത്തിന്റെ ഇഷ്ടത്തിനായി മാറ്റിവെച്ചത്? സ്വയത്തെ നിഷേധിക്കുക എന്നത് വലിയ കാര്യങ്ങളിലല്ല, ചെറിയ തീരുമാനങ്ങളിലാണ് തുടങ്ങുന്നത്. കോപം വരുമ്പോൾ മൗനം പാലിക്കുക, ശരിയാണെങ്കിലും ക്ഷമിക്കുക, ആരും കാണാതെ നല്ലത് ചെയ്യുക. നമ്മൾ പലപ്പോഴും ക്രൂശിനെ ദുഃഖത്തിന്റെ അടയാളമായി മാത്രം കാണുന്നു. പക്ഷെ യേശു പറഞ്ഞത് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്നതാണ്. അതായത് ക്രൂശ് ചുമക്കുക എന്നത് വേദന മാത്രമല്ല, അത് ദൈവസേവനത്തിൽ സജീവമായി ഏർപ്പെടുന്നതാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകണം. വീട്ടിൽ, ജോലിയിൽ, പഠനത്തിൽ, ബന്ധങ്ങളിൽ. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഭാരമായിട്ടുണ്ടോ അതോ ആശ്വാസമായിട്ടുണ്ടോ? സ്വയം ത്യജിക്കൽ നമ്മെ അകമേ ശക്തരാക്കുന്നു. ക്രൂശ് ചുമക്കൽ നമ്മെ പുറമെ സാക്ഷികളാക്കുന്നു. ഇത് എളുപ്പമുള്ള വഴിയല്ല, പക്ഷേ ഇത് ജീവനിലേക്ക് നയിക്കുന്ന വഴിയാണ്, ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം: ഇന്ന് ഞാൻ ദൈവത്തിനായി എന്താണ് വിട്ടുകൊടുത്തത്? വലിയതാകണമെന്നില്ല, പക്ഷെ സത്യമായിരിക്കണം. ഓർമ്മിക്കൂ, ദൈവത്തിനായി നാം സഹിക്കുന്ന ഒന്നും വ്യർത്ഥമാകുന്നില്ല. ഒരു നിമിഷം ചിന്തിക്കൂ, നമ്മൾ അവസാനമായി ദൈവത്തിനായി ഇല്ല എന്ന് പറഞ്ഞത് എന്തിനോടാണ്? നമ്മുടെ കോപത്തോടോ അതോ സൗകര്യത്തോടോ അഭിമാനത്തോടോ? ഇപ്പോൾ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, ജീവിതത്തിലെ ഓരോ ദിനവും കുരിശ് സന്തോഷത്തോടെ ചുമന്ന് ഞങ്ങളുടെ നാഥനെ അനുഗമിക്കാൻ ഞങ്ങൾക്ക് ധൈര്യവും വിശ്വാസവും നൽകണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല, നിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലാം ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാക്കണമേ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി പങ്കുവയ്ക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.